ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ അമ്പലപ്പുഴ ജംഗ്ഷനെ കോട്ട കെട്ടി വേർതിരിക്കുന്നതിനെതിരെ അമ്പലപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന 4ാം ഘട്ട സമരമാണ് ഇത്. നേരത്തെ ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് ഒരാഴ്ചക്കാലം നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. വീണ്ടും നിർമ്മാണം ആരംഭിച്ചതോടെയാണ് കോൺഗ്രസ് രാപ്പകൽ സമരം നടത്തുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ ജംഗ്ഷനിൽ നടത്തുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിച്ച് അമ്പലപ്പുഴയുടെ തനിമ നഷ്ടപ്പെടുത്താത്ത തരത്തിൽ മേൽപ്പാലം നിർമ്മിക്കാൻ നടപടിയെടുക്കണമെന്നും അമ്പലപ്പുഴ കച്ചേരിമുക്കിൽ ഏതു തരത്തിലുള്ള നിർമ്മാണമാണ് നടക്കുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. KPCC വൈസ് പ്രസിഡന്റും മുൻ MLA-യുമായ VT ബൽറാം രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഇത് കേരളത്തിൽ എന്നല്ല തെക്കേ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്ര നഗരിയാണ്. 10,000-കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും എന്ന നിലയിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നത്. അവർ മുഴുവൻ ഒരു അടച്ചു കെട്ടിയ കോട്ടവാതിൽ പോലെയുള്ള ഒരു നഗരത്തിലേക്കാണോ പ്രവേശിക്കേണ്ടത്? അങ്ങനെ ഈ നാടിനെ എന്നേക്കുമുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കാനാണോ ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TA ഹാമിദ് അധ്യക്ഷത വഹിച്ചു. കച്ചേരിമുക്കിൽ രാവിലെ 10 മണി മുതൽ നടക്കുന്ന രാപ്പകൽ സമരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് സമാപിക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ.